കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഡേ ആണ് ജനിച്ചത് കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട്, കൊള്ളാമോ? എൻ്റെ അമ്മ വാങ്ങി തന്നെയാണ്, പുതിയ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടി നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചാണ്. പിന്നെ ഈവനിങ് ആയപ്പോൾ അമ്പലത്തിലേക്ക് പോയി ഒരു അർച്ചനയും കൊണ്ടായിരുന്നു അമ്മ കൊടുത്തിരുന്നത്. അതൊക്കെ വായിച്ചിരുന്നു. രാഗി തിരുവോണം അർച്ചനയൊക്കെ കിട്ടി. പിന്നെ നേരെ വീട്ടിൽ വന്നപ്പോൾ 2 കുരിപ്പുകൾ സർപ്രൈസ് ചെയ്യാൻ വന്നതാണ്, ആഷ്മി അശ്വതിയും. സത്യം പറഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചില്ല, എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നിയത്. കാരണം അവൾ കള്ളിയെ പോലെ ഒളിച്ചൊക്കെയാണ് വന്നത്, പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ പരിപാടി കെട്ടിപ്പിടുത്തം തന്നെയാണ് വന്നതല്ലേ, അപ്പോൾ അവർ 2 കെട്ടിപ്പിടിച്ചിരിക്കാമെന്ന് കരുതി. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല, അതാണ് സത്യം ഇവർ വരുമെന്ന്. അപ്പോൾ ഞാൻ ഞെട്ടി കേട്ടോ. പിന്നെ ഒരു കേക്കൊക്കെ കൊണ്ടാണ് വന്നത്. പിന്നെ എനിക്ക് ഗിഫ്റ്റും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം ഞാൻ അത് എടുക്കാൻ വിട്ടുപോയി കേട്ടോ. കാരണം വെപ്രാളത്തിൽ സത്യം പറഞ്ഞാൽ എക്സൈറ്റ്മെൻറ്റ് കൂടിപ്പോയി, വീഡിയോ ഒന്നും കറക്റ്റായിട്ട് കിട്ടിയില്ല. ഉള്ള വീഡിയോ ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് പേരൊന്നുമില്ല, സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയാണെങ്കിൽ പുറത്തോട്ട് പോയിട്ട് വന്നതേ ഉള്ളൂ. പിന്നെ അമ്മാമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ തന്നെയാണ്, പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്, ഞാൻ വളരെ ഹാപ്പിയാണ്. നല്ലൊരു ഡേ തന്നെയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇന്നത്തെ ഡേയും ആസ് യൂഷ്വൽ. പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ ബിരിയാണിയും കഴിച്ചിട്ട് നേരെ അവർ വീട്ടിലോട്ട് പോയി. അപ്പോൾ നല്ല ബിരിയാണി എന്നാണ് അവകാശപ്പെട്ടത്. ഈ ബിരിയാണി ഞാനാണ് ഉണ്ടാക്കിയത് കേട്ടോ.